ഇന്ത്യൻ എയർഫോഴ്സിലേക്ക് നോട്ടിഫിക്കേഷൻ വന്നിരിക്കുകയാണ്. +2 യോഗ്യതയുള്ള ആൺകുട്ടികൾക്കും പെൺകുട്ടികൾക്കും നിരവധി അവസരമാണ് ഇപ്പോൾ ഇന്ത്യൻ എയർഫോഴ്സിലേക്ക് ഈ വിളിച്ചിട്ട് നോട്ടിഫിക്കേഷനകത്ത് വന്നിട്ടുള്ളത്. +2 50% മാർക്കോടുകൂടി പാസ്സായിട്ടുള്ള ആൺകുട്ടികൾക്കും പെൺകുട്ടികൾക്കും ഒരുപോലെ ആപ്ലിക്കേഷൻ കൊടുക്കാൻ സാധിക്കുന്നതാണ് ഈ ഒരു ഇന്ത്യൻ എയർഫോഴ്സിലേക്ക് ഇപ്പോൾ വിളിച്ചിട്ടുള്ള ഒഴിവുകളിലേക്ക്. 152 സെന്റിമീറ്റർ മാത്രം ഹൈറ്റ് മതി പെൺകുട്ടികൾക്ക്. അതുപോലെ തന്നെ 152.5 സെന്റിമീറ്റർ ഹൈറ്റ് ആണ് ആൺകുട്ടികൾക്ക് വേണ്ടത്. ഏജ് ലിമിറ്റ് വരുന്നത് 17-നും 22-നും ഇടയിലാണ്. അതായത് 2005 ജൂലൈ 1-നും 2010 ജനുവരി 1-നും ഇടയിൽ ജനിച്ചവരായിരിക്കണം. ആൺകുട്ടികൾക്കും പെൺകുട്ടികൾക്കും സെയിം ഏജ് ക്രൈറ്റീരിയ ആണ് വരുന്നത്. SC ST അതുപോലെ തന്നെ OBC കാറ്റഗറിയിലുള്ള ഉദ്യോഗാർത്ഥികൾക്ക് ഇതിനകത്ത് ഏജ് ലിമിറ്റിനകത്ത് ഒരു റിഡക്ഷനും ലഭിക്കുന്നതല്ല. എല്ലാവർക്കും സെയിം ഏജ്, അതുപോലെ തന്നെ സെയിം ഹൈറ്റ്, അതുപോലെ ക്വാളിഫിക്കേഷനും സെയിം ആണ് വരുന്നത്. 50% മാർക്കാണ് ഇത് പറഞ്ഞിട്ടുള്ള. +2 പാസ്സായിട്ടുള്ള ഉദ്യോഗാർത്ഥികൾക്ക് മാത്രമേ ആപ്ലിക്കേഷൻ കൊടുക്കാൻ സാധിക്കുകയുള്ളൂ. അതായത് കഴിഞ്ഞ തവണ വിളിച്ചിട്ടുണ്ടായിരുന്നു, അതിൽ +2 പഠിച്ചുകൊണ്ടിരിക്കുന്നത്, അതായത് ഫൈനൽ ഇയർ സ്റ്റുഡൻറ്റിന് ആപ്ലിക്കേഷൻ കൊടുക്കാൻ സാധിക്കുന്നതായിരുന്നു കഴിഞ്ഞ നേവിയിലേക്ക് വിളിച്ചിട്ടുണ്ടായത്. ബട്ട് എയർഫോഴ്സിലേക്ക് ഇപ്പോൾ വിളിച്ചതിൽ +2 കമ്പൾസറി പാസ്സായിരിക്കണം. അടുത്ത ഇതിൻ്റെ ഏജ് ലിമിറ്റ് പറഞ്ഞു, ഹൈറ്റ് പറഞ്ഞു, അതുപോലെ തന്നെ ഇതിൻ്റെ 3 പ്രൊസീജിയറായിട്ടാണ് വരുന്നത്. ആദ്യം തന്നെ നിങ്ങൾ ഓൺലൈനായിട്ടാണ് ആപ്ലിക്കേഷൻ കൊടുക്കേണ്ടത്. ആപ്ലിക്കേഷൻ കൊടുക്കുമ്പോൾ എന്തൊക്കെ ഡോക്യുമെൻ്റ് വേണം എന്നുള്ളത് പറയാം. അതിന് മുന്നേ ആദ്യം തന്നെ റിട്ടേൺ എക്സാമിനേഷനാണ് വരുന്നത്. റിട്ടേൺ എക്സാമിനേഷൻ അതിന് phase 1 ആദ്യം റിട്ടേൺ എക്സാമിനേഷൻ. phase 2-നകത്ത് 1600 മീറ്റർ റണ്ണിങ്, അതുപോലെ തന്നെ സ്കോട്ടപ്പ്, സിറ്റപ്പ്, കൂടാതെ ഇതിൻ്റെ ഗ്രൂപ്പ് ഡിസ്കഷൻ പ്ലസ് സിറ്റുവേഷൻ റിയാക്ഷൻ ടെസ്റ്റ്. അങ്ങനെ phase 1 phase 2 2 കാറ്റഗറിയിലാണ് ഇതിൻ്റെ എക്സാമിനേഷൻ പ്രൊസീജിയർ നടക്കുന്നത്. മൂന്നാമതാണ് മെഡിക്കൽ, ദെൻ ഡോക്യുമെൻ്റ് വെരിഫിക്കേഷൻ. ഇതാണ് സെലക്ഷൻ പ്രൊസീജിയറിനകത്ത് വരുന്നത്. +2 50% എന്ന് പറയുന്നത് ഓവറോൾ 50% മാർക്കും, അതുപോലെ തന്നെ ഇംഗ്ലീഷ് സബ്ജക്റ്റിനകത്ത് 50% നിർബന്ധമായും ഉണ്ടായിരിക്കണം. ഇംഗ്ലീഷിനകത്ത് 49% ആണെങ്കിൽ ആ കുട്ടിക്ക് അത് ഓവറോൾ 90% ആയിക്കോട്ടെ, 99% മാർക്കായിക്കോട്ടെ, എങ്കിൽ പോലും ആപ്ലിക്കേഷൻ കൊടുക്കാൻ സാധിക്കുന്നതല്ല. ഇംഗ്ലീഷ് വിഷയത്തിൽ 50% കമ്പൾസറി ഉണ്ടായിരിക്കണം. ഇത്രയും കാര്യങ്ങളാണ് ഇതിൻ്റെ സെലക്ഷൻ പ്രൊസീജിയറും അതുപോലെ തന്നെ ആപ്ലിക്കേഷൻ വരുന്നത്. ഇപ്പോൾ ഇനി അടുത്തതായിട്ട് നമുക്ക് ആപ്ലിക്കേഷൻ കൊടുക്കാൻ പോകുമ്പോൾ എന്തൊക്കെ ഡോക്യുമെൻ്റാണ് വേണ്ടത് എന്നുള്ളത് നോക്കാം. കാരണം കഴിഞ്ഞ തവണയേക്കാൾ കുറച്ച് എമെൻമെൻ്റ് ആണ് ഇപ്പോൾ ആപ്ലിക്കേഷൻ കൊടുക്കുന്ന സമയത്ത് വന്നിട്ടുള്ളത്. കഴിഞ്ഞ തവണ ഡൊമൈസൈൽ സർട്ടിഫിക്കറ്റ് അപ്ലോഡ് ചെയ്യണമായിരുന്നു. അതുപോലെ തന്നെ NCC അല്ലെങ്കിൽ സ്പോർട്സ് സർട്ടിഫിക്കറ്റ് ഉണ്ടെങ്കിൽ ഇത് അപ്ലോഡ് ചെയ്യണം എന്നുള്ള നിർബന്ധമായും പറഞ്ഞിട്ടുണ്ടായിരുന്നു. എങ്കിൽ ഇത്തവണ നിങ്ങൾക്ക് ആപ്ലിക്കേഷൻ കൊടുക്കേണ്ട സമയത്ത് ഡൊമൈസൈൽ സർട്ടിഫിക്കറ്റ് അപ്ലോഡ് ചെയ്യേണ്ട ആവശ്യമില്ല. അതുപോലെ തന്നെ NCC സർട്ടിഫിക്കറ്റ്, സ്പോർട്സ് സർട്ടിഫിക്കറ്റ്, ഇത് യെസ് അല്ലെങ്കിൽ നോ, യെസ് ഓർ നോ. നിങ്ങൾക്ക് സർട്ടിഫിക്കറ്റ് ഉണ്ടെങ്കിൽ യെസ് അടിക്കാം. മാത്രമാണ് ഇത്തവണ ചോദിച്ചിട്ടുള്ളത്. നല്ലൊരു അവസരം തന്നെയാണ് ഇപ്പോൾ. കാരണം നിരവധി ഒഴിവുകളിലേക്കാണ് 2027 ബാച്ചിലേക്കാണ്, ഫെബ്രുവരി 2027 ബാച്ചിലേക്കാണ് ഇപ്പോൾ നോട്ടിഫിക്കേഷൻ വന്നിട്ടുള്ളത്. നമ്മുടെ മുന്നിൽ ഒരു 6 മാസം മാത്രമേ ബാക്കിയുള്ളൂ. ഈ ഒരു 6 മാസത്തിനകം നിങ്ങൾ നല്ലൊരു പ്രിപ്പറേഷൻ, ഈ ഒരു 6 മാസത്തിനകത്ത് നിങ്ങളുടെ എല്ലാ പ്രൊസീജിയറും കംപ്ലീറ്റ് ആവും. അതുപോലെ തന്നെ കോൾ ലെറ്റർ നിങ്ങൾക്ക് ലഭിക്കുന്നതാണ്. ഇതിൻ്റെ എക്സാം ഡേറ്റ് കൊടുത്തിരിക്കുന്നത് സെപ്റ്റംബർ 22, 23 തീയതികളിലാണ് ഇതിൻ്റെ ഡേറ്റ് കൊടുത്തിരിക്കുന്നത്. പല വീഡിയോസിൽ നമ്മൾ കണ്ടിട്ടുണ്ട് 10ാം ക്ലാസ് യോഗ്യതയുള്ളവർക്ക് ആപ്ലിക്കേഷൻ കൊടുക്കാൻ സാധിക്കുന്നില്ല. വളരെ നെഗറ്റീവായിട്ടുള്ളൊരു കാര്യം തന്നെയാണ്. 10ാം ക്ലാസ് യോഗ്യതയുള്ള ഉദ്യോഗാർത്ഥികൾക്ക് ആപ്ലിക്കേഷൻ കൊടുക്കാൻ സാധിക്കും. +2 കമ്പൾസറി ആണ്, അവർക്ക് മാത്രമേ ആപ്ലിക്കേഷൻ കൊടുക്കാൻ സാധിക്കുന്നുള്ളൂ. ഇതിൻ്റെ ആപ്ലിക്കേഷൻ കൊടുക്കാൻ പോകുമ്പോൾ നിങ്ങൾ കയ്യിൽ കരുതേണ്ട ഡോക്യുമെൻ്റ് എന്തൊക്കെയാണെന്ന് വെച്ചാൽ നിങ്ങളുടെ SSLC ബുക്ക്, ആധാർ കാർഡ്, നിങ്ങളുടെ കമ്മ്യൂണിറ്റി സർട്ടിഫിക്കറ്റ്, ഒരു പാസ്പോർട്ട് സൈസ് ഫോട്ടോ, അതിനകത്ത് സ്ലേറ്റ് പിടിച്ചിട്ടുള്ളതാണ് നിങ്ങൾ കരുതേണ്ടത്. സ്ലേറ്റ് പിടിച്ചിട്ടുള്ള ഫോട്ടോ എന്നുള്ളത് അതിനകത്ത് നിങ്ങളുടെ പേരും അതുപോലെ തന്നെ ഫോട്ടോ എടുത്തിട്ടുള്ള തീയതിയാണ് അതിനകത്ത് മെൻഷൻ ചെയ്യേണ്ടത്. ചിലർ പേരും അതുപോലെ തന്നെ ഡേറ്റ് ഓഫ് ബർത്തും അതിനകത്ത് എഡിറ്റ് ചെയ്തിട്ട് അപ്ലോഡ് ചെയ്യുന്നൊരു കാഴ്ച കണ്ടിട്ടുണ്ട്. അത് വളരെ തെറ്റായിട്ടുള്ളൊരു കാര്യം തന്നെയാണ്. നിങ്ങളുടെ പേരും ഫോട്ടോ എടുത്തിട്ടുള്ള ഡേറ്റുമാണ് നിങ്ങൾ ആപ്ലിക്കേഷൻ കൊടുക്കുന്ന സമയത്ത് ഫോട്ടോനകത്ത് വേണ്ടത്. അത് പാസ്പോർട്ട് സൈസ് ഫോട്ടോ ആണ്, ലൈറ്റ് ബാക്ക്ഗ്രൗണ്ട് ആണ് വേണ്ടത്. പിന്നെ അതിനുശേഷം നിങ്ങളുടെ സിഗ്നേച്ചർ പ്ലസ് തമ്പ് ഇംപ്രഷൻ, ദെൻ നിങ്ങളുടെ ലൈവ് ഫോട്ടോ. ഇത്രയും കാര്യങ്ങൾ. അതുപോലെ തന്നെ വേറൊരു മെയിനായിട്ടുള്ളൊരു കാര്യം എന്നുള്ളത് നിങ്ങളുടെ +2 സർട്ടിഫിക്കറ്റിൻ്റെ കോപ്പി അല്ലെങ്കിൽ ഒറിജിനൽ സ്കാൻ ചെയ്തിട്ട് വെക്കേണ്ട ആവശ്യമില്ല. നിങ്ങളുടെ മാർക്ക് ലിസ്റ്റ്, അതായത് നിങ്ങളുടെ മാർക്ക് എത്രയാണ്, ഇംഗ്ലീഷിൽ എത്ര %, അതുപോലെ തന്നെ ഓവറോൾ % ആണ് ചോദിക്കുന്നത്. നിങ്ങൾ മാർക്ക് ലിസ്റ്റ് അപ്ലോഡ് ചെയ്യേണ്ട ആവശ്യകത ഇല്ല. ഇത്രയും കാര്യങ്ങളാണ് നിങ്ങൾ ഡോക്യുമെൻറ്റേഷൻ, അതായത് നിങ്ങൾ ആപ്ലിക്കേഷൻ കൊടുക്കാൻ പോകുമ്പോൾ ഡോക്യുമെൻ്റ് കയ്യിൽ കരുതേണ്ട ആവശ്യമുള്ളത്. അതിനുശേഷം വരുന്നതാണ് ഇതിൻ്റെ പ്രിപ്പറേഷൻ മെയിനായിട്ട്. കാരണം ഇത് 3 കാറ്റഗറിയിലേക്കായിട്ടാണ് ഇപ്പോൾ വിളിച്ചിട്ടുള്ളത്.
എക്സ് ഗ്രൂപ്പ്, വൈ ഗ്രൂപ്പ്, അതുപോലെ തന്നെ മെഡിക്കൽ അസിസ്റ്റൻറ്റ്. ഫിസിക്സ്, കെമിസ്ട്രി, മാത്തമാറ്റിക്സ് പഠിച്ചിട്ടുള്ള കുട്ടികൾക്കാണ് എക്സ് ഗ്രൂപ്പിലേക്ക് അപ്ലിക്കേഷൻ കൊടുക്കാൻ സാധിക്കുന്നത്. അതുപോലെ തന്നെ കോമേഴ്സ്, ഹ്യൂമാനിറ്റി സബ്ജക്റ്റ് ആണെങ്കിൽ അവർക്ക് വൈ ഗ്രൂപ്പിലേക്കും. കൂടാതെ മെഡിക്കൽ അസിസ്റ്റൻറ്റ് ഫിസിക്സ്, കെമിസ്ട്രി, ബയോളജി വിഷയമായിട്ട് പഠിച്ചിട്ടുള്ള ഉദ്യോഗാർത്ഥികൾക്കാണ്, അത് ആൺകുട്ടികൾക്ക് മാത്രമാണ് മെഡിക്കൽ അസിസ്റ്റൻറ്റിലേക്ക് അപ്ലിക്കേഷൻ കൊടുക്കാൻ സാധിക്കുന്നത്. പെൺകുട്ടികൾക്ക് മെഡിക്കൽ അസിസ്റ്റൻറ്റ് തസ്തികയിലേക്ക് അപ്ലിക്കേഷൻ കൊടുക്കാൻ സാധിക്കുന്നില്ല. കാരണം നിരവധി പേരാണ് വിളിച്ച് ചോദിക്കുന്നുണ്ട് ഗേൾസിന് അപ്ലിക്കേഷൻ കൊടുക്കാൻ സാധിക്കുമോ എന്നുള്ളത്. അത് വളരെ തെറ്റായിട്ടുള്ളൊരു കാര്യം തന്നെയാണ്. ആൺകുട്ടികൾക്ക് മാത്രമേ മെഡിക്കൽ അസിസ്റ്റൻറ്റ് തസ്തികയിലേക്ക് അപ്ലിക്കേഷൻ കൊടുക്കാൻ സാധിക്കുന്നുള്ളൂ. എക്സ് ഗ്രൂപ്പ് അതുപോലെ തന്നെ വൈ ഗ്രൂപ്പ്, ഫിസിക്സ്, കെമിസ്ട്രി, അതായത് സയൻസ് സബ്ജക്റ്റ് പഠിച്ചിട്ടുള്ള ഉദ്യോഗാർത്ഥികൾ 3 കാറ്റഗറിയിലേക്കും അപ്ലിക്കേഷൻ കൊടുക്കാൻ സാധിക്കുന്നതാണ്. അത് അപ്ലിക്കേഷൻ കൊടുക്കുന്ന സമയത്ത് നിങ്ങൾ മെഡിക്കൽ അസിസ്റ്റൻറ്റ് കൊടുക്കുന്നുണ്ടെങ്കിൽ ഓക്കെ, അതിനുശേഷം എക്സ് ഗ്രൂപ്പ് അതുപോലെ തന്നെ എക്സ് ആൻഡ് വൈ അങ്ങനെ 2 കാറ്റഗറിയാണ് കൊടുത്തിട്ടുള്ളത്. അതായത് എക്സ് ഗ്രൂപ്പിന് മാത്രമായിട്ട് നിങ്ങൾക്ക് അപ്ലിക്കേഷൻ കൊടുക്കാം, അതുപോലെ തന്നെ മെഡിക്കൽ അസിസ്റ്റൻറ്റ് മാത്രമായിട്ട് കൊടുക്കാം. അല്ലെങ്കിൽ ആർക്കെങ്കിലും ഒറ്റൊന്നിന് മാത്രമാണ് കൊടുക്കാൻ താല്പര്യം ഉണ്ടെങ്കിൽ അവർക്കത് മാത്രം കൊടുക്കാൻ സാധിക്കുന്നതാണ്. അതർവൈസ് 3 കാറ്റഗറിയിലേക്കും നിങ്ങൾക്ക് അപ്ലിക്കേഷൻ കൊടുക്കാം, ഫിസിക്സ്, കെമിസ്ട്രി, ബയോളജി, മാത്സ് പഠിച്ചിട്ടുള്ള ഉദ്യോഗാർത്ഥികൾക്ക്. അല്ലാത്തവർക്ക് കോമേഴ്സ് അതുപോലെ തന്നെ ഹ്യൂമാനിറ്റീസ് വിഷയമായിട്ട് പഠിച്ചിട്ടുള്ള ഉദ്യോഗാർത്ഥികൾക്ക് വൈ ഗ്രൂപ്പിലേക്ക് മാത്രമേ അപ്ലിക്കേഷൻ കൊടുക്കാൻ സാധിക്കുന്നുള്ളൂ. ഇതാണ് ഇതിൻ്റെ എക്സ് ഗ്രൂപ്പ്, വൈ ഗ്രൂപ്പ്, ടെക്നിക്കൽ, നോൺ ടെക്നിക്കൽ, അതുപോലെ തന്നെ മെഡിക്കൽ അസിസ്റ്റൻറ്റ് 3 കാറ്റഗറിയിലേക്കുള്ള എഡ്യൂക്കേഷൻ ക്രൈറ്റീരിയ വരുന്നത്. അടുത്തതാണ് ഇതിൻ്റെ റിട്ടേൺ എക്സാമിനേഷൻ്റെ പ്രിപ്പറേഷൻ. ഇതിൻ്റെ ഇപ്പോൾ ഡേറ്റ് ആരംഭിച്ചിരിക്കുകയാണ്. 6-ാം തീയതി 6 ജൂലൈ മുതലാണ് ഇതിൻ്റെ ആപ്ലിക്കേഷൻ ഡേറ്റ് ആരംഭിച്ചിരിക്കുന്നത്. 26 ജൂലൈ ആണ് ആപ്ലിക്കേഷൻ കൊടുക്കേണ്ട അവസാന തീയതി. ഈ ഒരു 3-4 ദിവസം കൊണ്ട് തന്നെ വളരെയധികം ഉദ്യോഗാർത്ഥികളാണ് ആപ്ലിക്കേഷൻ കൊടുത്തിട്ടുള്ളത്. കൂടാതെ സൈറ്റ് ജാം ആവുന്ന ഒരു കാഴ്ച കൂടെ കണ്ടുവരുന്നുണ്ട്. അതുകൊണ്ട് പകുതി ആയെങ്കിൽ പോലും അടുത്ത ദിവസം നിങ്ങൾ കംപ്ലീറ്റ് ചെയ്യാതെ പല ഉദ്യോഗാർത്ഥികളും ആപ്ലിക്കേഷൻ കൊടുക്കാൻ പറ്റുന്നില്ല എന്ന് പറഞ്ഞുകൊണ്ട് ഇതിനെ നെഗ്ലക്റ്റ് ചെയ്യുന്നൊരു കാഴ്ച ഇപ്പം കാണുന്നുണ്ട്. അത് വളരെ നെഗറ്റീവായിട്ട് മാത്രമേ നിങ്ങൾക്ക് മാറത്തുള്ളൂ. കാരണം വെറും 2 മാസത്തെ പ്രിപ്പറേഷൻ ഉണ്ടെങ്കിൽ നിങ്ങൾക്ക് ഈ ഒരു എക്സാം പോലും ക്രാക്ക് ചെയ്തുകൊണ്ട് മുന്നോട്ടേക്ക് പോകാൻ സാധിക്കുന്നതാണ്. അതുകൊണ്ട് അപ്ലിക്കേഷൻ നിർബന്ധമായിട്ടും കൊടുക്കുക. അത് ചില ഡിലേ സംഭവിക്കുന്നുണ്ട് എങ്കിൽ പോലും അതിൻ്റെ പിറകിൽ നിന്നുകൊണ്ട് തന്നെ രാവിലെ തൊട്ട് വൈകുന്നേരം വരെ ഇരുന്നിട്ടാണ് നമ്മളിപ്പോൾ സ്കൂളിൽ നിന്നൊക്കെ കുട്ടികൾ ആപ്ലിക്കേഷൻ കൊടുത്തുകൊണ്ടിരിക്കുന്നത്. എങ്കിൽ പോലും അവരുടെ ഒരു ഇച്ഛാശക്തി, കാരണം അവർക്ക് നേടിയേ പറ്റുമോ എന്നുള്ളൊരു ചിന്തയുണ്ടെങ്കിൽ നമുക്ക് ഇതിന് വേണ്ടി ടൈം സ്പെൻഡ് ചെയ്യുന്നതിൽ യാതൊരു സംശയമില്ല, ചെയ്തേ പറ്റത്തുള്ളൂ. കൂടാതെ ഇതിൻ്റെ പ്രിപ്പറേഷൻ, കാരണം ഇനി സെപ്റ്റംബർ 22, 23 എന്നുള്ളതിൽ 2 മാസം കുറച്ച് ദിവസം മാത്രമേ നമ്മുടെ മുന്നിലുള്ളൂ. ഈ ഒരു 2 മാസം എന്നുള്ളത് നല്ലൊരു ഹാർഡ് വർക്ക് കൊടുത്തിട്ടുണ്ടെങ്കിൽ നിങ്ങൾക്ക് ഈ ഒരു എക്സാം ക്രാക്ക് ചെയ്യാൻ സാധിക്കുകയുള്ളൂ എന്നതിൽ യാതൊരു സംശയമില്ല. ഇതിനു വേണ്ടി മാത്രം നിങ്ങൾ പ്രിപ്പറേഷൻ ആരംഭിക്കുക. കാരണം അറ്റ്ലീസ്റ്റ് ഒരു ദിവസം ഒരു 10 മണിക്കൂറെങ്കിലും നിങ്ങൾ ഇതിനു വേണ്ടി ചിലവാക്കുകയാണെങ്കിൽ നിങ്ങൾക്ക് ഈ ഒരു എക്സാം ക്രാക്ക് ചെയ്യാൻ സാധിക്കുന്നതാണ്. ഈ എക്സാം ക്രാക്ക് ചെയ്തതിന് ശേഷം അതിൻ്റെ കൂടെ തന്നെ നിങ്ങൾ ഫിസിക്കൽ കൂടെ, കാരണം ആപ്ലിക്കേഷൻ കൊടുത്തു, നിങ്ങൾക്കറിയാം ഈ ദിവസം എക്സാം നടക്കാൻ പോകും. അതിൻ്റെ കൂടെ തന്നെ എക്സാം കഴിഞ്ഞ് റിസൾട്ടിന് വെയിറ്റ് ചെയ്ത് പാസ്സായതിനു ശേഷം മാത്രം നിങ്ങൾ ഇതിൻ്റെ ഫേസ് 2ലേക്ക് നോക്കുകയാണെങ്കിൽ ചിലപ്പോൾ ബുദ്ധിമുട്ട് വരുന്നതായിരിക്കും. അതുകൊണ്ട് ഫേസ് 1ൻ്റെ കൂടെ തന്നെ നിങ്ങൾ ഫേസ് 2വിൻ്റെ, അതായത് ഫിസിക്കൽ പ്ലസ് ഗ്രൂപ്പ് ഡിസ്കഷൻ, സിറ്റുവേഷൻ റിയാക്ഷൻ ടെസ്റ്റ്, അതുപോലെ തന്നെ സെൽഫ് ഡിസ്ക്രിപ്ഷൻ, ഈ ഒരു 3 കാറ്റഗറിയിലേക്കുള്ള പ്രിപ്പറേഷനും കൂടെ ഒരുമിച്ച് തന്നെ ആരംഭിക്കുക. എങ്കിൽ മാത്രമേ നിങ്ങൾക്ക് ഇന്ത്യൻ എയർഫോഴ്സ് എന്നുള്ള ജോലിയിലേക്ക് എത്തിപ്പെടാൻ സാധിക്കുകയുള്ളൂ. ഇതെല്ലാം ഈ ഒരു 6 മാസത്തിനകത്ത് തന്നെ നിങ്ങളുടെ ഒക്ടോബർ, നവംബർ ആകുമ്പോഴേക്ക് എല്ലാ പ്രൊസീജിയറും കഴിയുന്നതായിരിക്കും. ജനുവരി അല്ലെങ്കിൽ ഡിസംബർ ലാസ്റ്റ് അല്ലെങ്കിൽ ജനുവരി ഫസ്റ്റ് വീക്കോട് കൂടെ നിങ്ങൾക്ക് കോൾ ലെറ്റർ പോലും ലഭിക്കുന്നതാണ്. കാരണം ഇനിയിപ്പോൾ നമ്മുടെ 5 മാസം മാത്രമേ ബാക്കിയുള്ളൂ. ഈ ഒരു 5 മാസത്തേക്ക് എന്നല്ല, അതിന് മുന്നോടിയായിട്ടാണ് നിങ്ങൾ വരുന്ന ഒരു ഫേസ് 1 എക്സാം ക്രാക്ക് ചെയ്യാൻ വേണ്ടിയിട്ട് മാക്സിമം പ്രിപ്പറേഷൻ ആരംഭിക്കുക. കൂടെ തന്നെ ഫിസിക്കൽ ആരംഭിക്കുക, കൂടെ തന്നെ ഫേസ് 2വിൻ്റെ ടെസ്റ്റിനുള്ളതും ആരംഭിക്കുക. എങ്കിൽ മാത്രമേ നിങ്ങൾക്ക് എയർഫോഴ്സ് എന്നുള്ള സ്വപ്നം യാഥാർത്ഥ്യമാക്കാൻ സാധിക്കുകയുള്ളൂ. അതുകൊണ്ട് ഈ ഒരു വീഡിയോ കാണുന്ന ഇന്ത്യൻ എയർഫോഴ്സിലേക്ക് പോകാൻ ആഗ്രഹിക്കുന്ന ഓരോ ഉദ്യോഗാർത്ഥികളിലേക്കും പരമാവധി ഷെയർ ചെയ്യുക. അതുപോലെ തന്നെ എല്ലാവരെ കൊണ്ട് ആപ്ലിക്കേഷൻ കൊടുപ്പിക്കുകയും, കാരണം ഏറ്റവും വലിയൊരു ഇതിൻ്റെ മെജോറിറ്റി എന്നുള്ളത് ഹൈറ്റാണ്, 152. കാരണം പല ഉദ്യോഗാർത്ഥികളും ഇന്ത്യൻ ആർമിയിലേക്ക് പോകാൻ സാധിക്കാത്തതെന്നുള്ള ഈ ഹൈറ്റിൻ്റെ ഒരു ഇഷ്യൂ ഉണ്ട്. നല്ലൊരു
അത് ഹൈറ്റിൻ്റെ ഇഷ്യൂ ഉള്ളതുകൊണ്ട് പലർക്കും ഇതിന് അപ്ലിക്കേഷൻ കൊടുക്കാൻ പോലും സാധിക്കുന്നതല്ല. അതുകൊണ്ടാണ് ഈ ഒരു ഇന്ത്യൻ എയർഫോഴ്സിന് 152 സെൻറ്റിമീറ്റർ എന്നുള്ള ഹൈറ്റ് ക്രൈറ്റീരിയയുടെ മാക്സിമം നിങ്ങൾ യൂട്ടിലൈസ് ചെയ്യുക. എല്ലാവരും അപ്ലിക്കേഷൻ കൊടുക്കുക. എല്ലാവരും നിർബന്ധമായും പഠിച്ചുകൊണ്ട് എല്ലാവരും നല്ലൊരു ഭാവി ഇന്ത്യൻ എയർഫോഴ്സിലേക്ക് ഉണ്ടാവട്ടെ എന്ന് ആശംസിച്ചുകൊണ്ട് നിർത്തുന്നു. ജയ് ഹിന്ദ്.